ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്തു ബന്ധം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം. ഇന്നലെയാണ് മുഹമ്മദ് ഈ മനോഹരമായ വരികൾ ആലപിച്ചത്. ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം. ഈടവഴിയേ വരണം അവളുടെ നിർബന്ധം, ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്ത് എന്തു രസം. കടപ്പുറത്ത് പോയി ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് FBയിൽ പോസ്റ്റ് ചെയ്ത് വീട്ടിലെത്തി രാത്രി കുടുംബത്തോടൊപ്പം സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പതിവ് പോലെ ഉറക്കത്തിലേക്ക് മയങ്ങിയതാണ് മുഹമ്മദ്. ആ പാട്ടിൽ പറയുന്നത് പോലെ ബന്ധവും സ്വന്തവും ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഈ ദുനിയാവിൽ നിന്ന് മുഹമ്മദ് മടങ്ങിയത് മറ്റൊരു ലോകത്തേക്കാണ്. നല്ല ഉറക്കത്തിൽ മനോഹരമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടായിരിക്കാം മുഹമ്മദ് മരണത്തിൻ്റെ മാലാക്ക വന്ന് വിളിച്ചപ്പോൾ മടങ്ങിപ്പോയിട്ടുണ്ടാവുക. ഇന്ന് രാവിലെ മുഹമ്മദിൻ്റെ മരണവിവരം വാണിമേലിൽ കണ്ണീർ മഴയാണ് പെയ്ച്ചത്. ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മരണവാർത്ത. ചില മരണങ്ങൾ അങ്ങനെയാണ്. നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊക്കെ എത്ര കാലം കഴിഞ്ഞാലും അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. മാപ്പിളപ്പാട്ടിനോട് വലിയ സ്നേഹമായിരുന്നു മുഹമ്മദിന്. തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പാട്ടുകൾ പാടിയും സൗഹൃദങ്ങൾ പങ്കിട്ടും ഒരുപാട് പേർക്ക് പരിചയമുള്ള മുഹമ്മദ് ചാമ താൻ എഴുതിയതും പാടിയതുമായ പാട്ടുകളിൽ പലതും മരണത്തെക്കുറിച്ചായിരുന്നു എന്നുള്ളത് യാദൃശ്ചികമാകാം. വാണിമേലിലെ മത സാമൂഹിക പ്രവർത്തന രംഗത്തൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു മുഹമ്മദ്. ആകസ്മികമായ മുഹമ്മദിൻ്റെ വിയോഗത്തിൽ തേങ്ങുകയാണ് നാടും നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ. ഇന്ന് ഉച്ചക്ക് ചെറുമോത്ത് ജുമാ മസ്ജിദിൽ നടന്ന ഖബറടക്ക ചടങ്ങിലും മയ്യത്ത് നമസ്കാരത്തിലുമൊക്കെ നിരവധി ആളുകളാണ് നാടിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് ഒഴുകിയെത്തിയത്. ഒരു നീണ്ട യാത്രതൻ വഴിയിലെ വിശ്രമ പുരമാത്രമാണീ ദുനിയാ.